ഹ്യൂമാൻസ് 24 എന്ന പ്രോഗ്രാം കഴിഞ്ഞിട്ട് 48 മണിക്കൂറായി. പക്ഷേ ഇപ്പോഴും ആ അവസാന നിമിഷങ്ങൾ ഒരിക്കലും തന്നെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകുന്നില്ല. അത്രമാത്രം ഇമ്പാക്റ്റായിരുന്നു, അതല്ലെങ്കിൽ അത്രമാത്രം സ്ട്രോങ്ങിലായിരുന്നു എന്നെയും സ്വാധീനിച്ചത്. മൈ നെയിം ഈസ് മുജീബ് റഹ്മാൻ ഫ്രം റിയാദ്. ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി മാത്രമായി കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ഞാൻ എത്തിയത്. ശനിയാഴ്ച ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചു. പങ്കെടുത്തിരുന്നില്ല എങ്കിൽ ഒരു വലിയ നഷ്ടം തന്നെ ആകുമായിരുന്നു. അത്രമാത്രം ഹൃദയത്തെ സ്വാധീനിച്ച, നമ്മൾ പ്രൊഫഷണലി മെൻ്റലി എല്ലാം തന്നെ സ്വാധീനിക്കപ്പെട്ട ഒരു നല്ലൊരു പ്രോഗ്രാമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാൻ സാധിച്ചു. ഫറൂഖ് സെൻസി, അതോടൊപ്പം തന്നെ റിയാസ് ഹക്കീം സാറും കൂടി നടത്തിയ ആ ഒരു പ്രോഗ്രാം 2020 ഏപ്രിൽ 19 ഞാൻ ആദ്യമായി ഫറൂഖ് സെൻസിയെ പരിചയപ്പെടുന്നത് ഒരു ഓൺലൈൻ സെഷനിലൂടെ. അന്ന് അദ്ദേഹം എൻ്റെ മുന്നിലേക്ക് കാണിച്ച ആ ഒരു വാട്സപ്പ് നമ്പർ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ദിവസം കൊണ്ടോ, ഒരാഴ്ച കൊണ്ടോ, ഒരു മാസം കൊണ്ടോ, ഒരു വർഷം കൊണ്ടോ ഒരു പക്ഷേ നമുക്ക് പലതും നേടുവാൻ സാധ്യമല്ലാതിരിക്കാം. എന്നാൽ ചില നിമിഷങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തെ, പിന്നീടുള്ള ജീവിതത്തെ ആകമാനം ഇമ്പാക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. അത്തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റായിരുന്നു 2020 ഏപ്രിൽ 19 നടന്ന ആ പ്രോഗ്രാമിലൂടെ എനിക്ക് സാധ്യമായത്. അതിനുശേഷം ഇന്നേ വരെ പല സെഷനുകളായി അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിൽ പങ്കെടുത്തു. പക്ഷേ ആദ്യമായിട്ടായിരുന്നു ഹ്യൂമാൻസ് 24 എന്ന പ്രോഗ്രാമിൽ ഒരു ലൈവ് സെഷനിൽ സെൻസിയുടേതും അതോടൊപ്പം തന്നെ റിയാസ് ഹക്കീം സാറിൻ്റെയും പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചു. ഒരിക്കലും തന്നെ നമുക്ക് വാക്കുകൾ കൊണ്ട് നിർവചിക്കുവാൻ സാധ്യമല്ലാത്ത രീതിയിലുള്ള ഒരു പ്രോഗ്രാമായിരുന്നു അത്. മെൻ്റലി എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചു. ഒരുപാട് സെഷനുകൾ, അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ 300-ലധികം സ്ലൈഡുകൾ പ്രസൻറ്റ് ചെയ്തു എന്നുള്ളതാണ്. ആ 300 സ്ലൈഡുകളിൽ എന്നെ സ്വാധീനിക്കപ്പെട്ട ഒരുപാട് സ്ലൈഡുകളുണ്ടായിരുന്നു. ഇനിയുള്ള വീഡിയോയിൽ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്കത് ഷെയർ ചെയ്യാം, എന്നെ സ്വാധീനിച്ചത് എന്തൊക്കെയാണെന്ന്. അത്തരത്തിൽ ഒരു ഫുൾ ഡേ, ഒരു ട്രാൻസ്ഫോർമേഷൻ ഡേ ആക്കി തന്നെ അതിന് മാറ്റുവാൻ സാധിച്ചു എന്നുള്ളതാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിൽ സംബന്ധിക്കാൻ സാധിച്ചത്. പ്രോഗ്രാമിൻ്റെ അവസാന ഭാഗത്ത് ഒരു Q&A സെഷൻ ഉണ്ടായിരുന്നു. പക്ഷേ യാദൃശ്യമായി എനിക്ക് ഒരു ഫീഡ്ബാക്ക് പറയാനോ അതില്ലെങ്കിൽ ഒരു ചോദ്യം ചോദിക്കുവാനോ ഒന്നും തോന്നിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സെഷൻ